നമസ്കാരം. കലിക പ്ലസിലേക്ക് സ്വാഗതം. ചൊവ്വഴിക്കോടിന് സമീപം ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്നും നാടൻ തോക്ക് കണ്ടെത്തി. ജസ്ന മൻസിലിൽ ജലാലുദ്ദീന്റെ ഏറെ നാളായി അടഞ്ഞുകിടന്ന വീടിനുള്ളിൽ നിന്നാണ് തോക്ക് കണ്ടെത്തിയത്. ചൊവ്വഴിക്കോടിന് സമീപം അരിപ്പ നാട്ടുകല്ലിൽ ഓയിൽ പാമ്പിന് സമീപമുള്ള ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നും നാടൻ തോക്ക് കണ്ടെത്തി. ജസ്ന മൻസിലിൽ ജലാലുദ്ദീന്റെ വീട്ടിൽ നിന്നുമാണ് തോക്ക് കണ്ടെത്തിയത്. ഏറെക്കാലമായി അടഞ്ഞുകിടന്നിരുന്ന വീട്ടിൽ കഴിഞ്ഞ ദിവസം ജലാലുദ്ദീൻ തേങ്ങയിടാൻ ജോലിക്കാരനുമായി എത്തിയിരുന്നു. ഇതിനുശേഷം വീട്ടിനുള്ളിൽ വിശ്രമിക്കവെയാണ് കട്ടിലിൽ മെത്തയ്ക്കടിയിൽ എന്തോ ഉള്ളതായി തോന്നിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തോക്ക് കണ്ടെത്തിയത്. ഉടൻ വിവരം ഫോറസ്റ്റ് അധികൃതരെ അറിയിക്കുകയായിരുന്നു. അഞ്ചൽ റേഞ്ച് ഓഫീസിന്റെ പരിധിയിൽപ്പെട്ട ഏഴംകുളം സ്റ്റേഷനിൽ നിന്നും ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ അനിൽകുമാർ, നൌഷാദ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഷിജ ജി നായർ, ഫോറസ്റ്റ് വാച്ചർമാരായ അനൂപ് ഭാസ്കർ, ബാഹുലയൻ നായർ എന്നിവർ അടങ്ങുന്ന സംഘം എത്തുകയും തോക്ക് കസ്റ്റഡിയിലെടുക്കുകയും ചിതറ പോലീസിന് കൈമാറുകയുമായിരുന്നു. തോക്ക് കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ചിതറ സർക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് പറഞ്ഞു. ഓയിൽ പാം കേന്ദ്രീകരിച്ച് വന്യമൃഗവേട്ട സജീവമാണ്. ഇതിനായി ഉപയോഗിച്ച ശേഷം ആളില്ലാത്ത വീട്ടിൽ തോക്ക് ഒളിപ്പിച്ചതാകാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തോക്ക് വിശദമായി പരിശോധിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. എൻ്റെ പേര് ജലാലുദ്ദീൻ. 2015 ഏപ്രിൽ 1-ാം തീയതി വൈഫ് നഷ്ടപ്പെട്ട് പിന്നെ എനിക്ക് 3 പെൺമക്കളാണ്. രണ്ടുപേരെ കല്യാണം കഴിച്ച് അയച്ചു. ഒരാൾ പൊന്നൂർ, ഒരാൾ കണിയാപുരം, പിന്നെ ഇളയ കുട്ടി പിന്നെ പഠിക്കുന്ന മുക്കുന്ന മന്നനിലാണ്. അപ്പോൾ ഞാൻ ഈ വീട്ടിലിങ്ങനെ വരാറില്ലായിരുന്നു. വീടൊക്കെ തകർന്നുടക്കുകയാണ്. ഇങ്ങനെ ഇടയ്ക്ക് തേങ്ങ കൊട്ടാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഒരു ദിവസം തങ്ങാൻ വേണ്ടി ഇവിടെ വന്നപ്പം ഞാൻ കട്ടിലിൽ ഇങ്ങനെ കിടക്കാൻ നോക്കിയപ്പം പിന്നെ തപ്പ് കഴിയുമ്പോൾ എന്തോ ഒരു ഇത് കണ്ട് ഞാൻ പെട്ടെന്ന് നോക്കി ടാർപ്പ പൊക്കി നോക്കി 2 പോക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ പേടിച്ചു പോയി. അങ്ങനെ ദിവസമൊന്നും അറിയില്ല. ഞാനത് ഫോറസ്റ്റിൽ അറിയിച്ചായിരുന്നു.